It's one of my best day and happiest day in my life. പ്രശസ്തരായ പല ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ട് ധന്യയുടെ ഒരു കമന്റ് തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത് കിട്ടുക. എനിക്കും ഇതുപോലെ ഫോട്ടോഷൂട്ടിൽ മോഡലായാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളുടെ ആഭരണങ്ങളൊക്കെ ധരിച്ച് പരസ്യചിത്രത്തിൽ അഭിനയിക്കാൻ എനിക്കൊരു അവസരം തരുമോ? മലബാർ ഗോൾഡിന്റെ ഇൻസ്റ്റഗ്രാം പേജിലെ പരസ്യ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനൊരു കമന്റ് ഇടുമ്പോൾ അതൊരു സ്വപ്ന സാക്ഷാത്കാരമാകുമെന്ന് തൊടുപുഴ പട്ടയം കവല സ്വദേശിനിയായ ധന്യ സോജൻ ഒരിക്കലും കരുതിയില്ല. 20 വയസ്സുകാരിയാണ് ധന്യ സോജൻ. ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ തങ്ങൾ ഒരുക്കമാണെന്നായിരുന്നു ഹൃദയധമനികൾ ചുരുങ്ങുന്ന അപൂർവ രോഗം ബാധിച്ച ധന്യയുടെ കമന്റിനുള്ള മലബാർ ഗോൾഡിന്റെ മറുപടി. അടുത്തയാഴ്ച ഷൂട്ടിങ്ങിന് തയ്യാറാണോ എന്ന് ചോദിച്ച് മാർക്കറ്റിംഗ് മാനേജർ വിപിന്റെ ഫോണെത്തുമ്പോഴും ധന്യയ്ക്ക് പൂർണ്ണമായും വിശ്വാസമായിരുന്നില്ല. I'm putting you on conference with Vipin from Malabar Gold and Diamonds. Hi, Hi, good evening. Hi. Hi, Vipin. Danya, we saw your comment on our social media handle. I you just saw my comment and called me? That's right. Oh, that's amazing. തൊടുപുഴയ്ക്കടുത്ത് മുതലക്കോടത്ത് പാലുൽപ്പന്നങ്ങൾ വിൽക്കുന്ന കട നടത്തുന്ന പിതാവ് സോജനും അമ്മ ഷാൻഡിയും മകളുടെ ആഗ്രഹത്തിന് പൂർണ്ണ പിന്തുണയേകി. 20-ന് എറണാകുളത്ത് വെച്ചായിരുന്നു ഷൂട്ടിംഗ്. ആഡംബരം നിറഞ്ഞ വിവാഹ വസ്ത്രങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും അണിഞ്ഞ് മറ്റു മോഡലുകൾക്കൊപ്പം ധന്യ മണവാട്ടിയായി മാറി. കമന്റ് ഇട്ടപ്പോൾ മുതൽ മോഡലാകും വരെയുള്ള ധന്യയുടെ കഥ പറയുന്ന രോഹൻ മാത്യു സംവിധാനം ചെയ്ത വീഡിയോ നടി കരീന കപൂർ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് പരസ്യത്തിന് പിന്നിലെ രഹസ്യം എല്ലാവരും അറിയുന്നത്. 10 ലക്ഷത്തോളം പേർ കണ്ട ആ വീഡിയോ ഇതിനകം വൈറലായി. It's one of my best day and happiest day in my life. പ്രശസ്തരായ പല ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ട് ധന്യയുടെ ഒരു കമന്റ് തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത് കിട്ടുക. ഇപ്പൊ ഒരു രോഗിയാണെന്ന് തോന്നലേ ഇല്ല എനിക്ക്. ഇപ്പൊ എല്ലാവരും തോന്നുന്നു. എനിക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്ന മലബാർ ഗോൾഡിനോട് എനിക്ക് അതിയായിട്ട് സന്തോഷം മാത്രമാണ്. വീഡിയോ കണ്ട നിരവധി പേരാണ് ധന്യയെ ഫോണിൽ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നത്. അധിക നേരം സംസാരിക്കുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാൽ എല്ലാവർക്കും നന്ദി പറയാൻ ധന്യയ്ക്കാവുന്നില്ല. +2-വിന് ശേഷം 2019-ൽ ഉപരിപഠനത്തിനായി കാനഡയ്ക്ക് പോയതായിരുന്നു ധന്യ. ജനറൽ ബിസിനസ് പോസ്റ്റ് സെക്കൻഡറി ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നതിനിടെ 3-ാം സെമസ്റ്റർ എത്തിയപ്പോഴാണ് രോഗവിവരം അറിയുന്നത്. അവസാന സെമസ്റ്റർ ആശുപത്രിയിലാണ് പൂർത്തിയാക്കിയത്. പിന്നീട് ചികിത്സയ്ക്കായി മറ്റും നാട്ടിലേക്ക് വരികയായിരുന്നു. ഹൃദയത്തിന്റെ പമ്പിംഗ് കപ്പാസിറ്റി 20% മാത്രമായി ചുരുങ്ങുന്ന കൺജസ്റ്റീവ് ഹാർട്ട് ഡിസോർഡർ എന്ന രോഗമാണ് ധന്യയ്ക്ക്. 1.5 വർഷത്തെ ചികിത്സ കൊണ്ട് അത് 38% ഉയർത്താൻ കഴിഞ്ഞു. 50% എത്തിയില്ലെങ്കിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വേണ്ടിവരും. ഇൻസ്റ്റഗ്രാം പേജിൽ അപ്രതീക്ഷിതമായി കണ്ട പരസ്യ വീഡിയോ എന്നെ വല്ലാതെ ആകർഷിച്ചു. അത്രയ്ക്ക് മനോഹരമായതിനാലാണ് അങ്ങനെയൊരു കമന്റ് ഇട്ടത്. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഒരുപാട് സന്തോഷമായെന്നും ധന്യ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.